ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഒരു ഫുൾ ടൈം ആക്ടറാണ് അദ്ദേഹം. അത്തരം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കേൾക്കാനും സംസാരിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതിന് അതല്ലാത്ത കാര്യങ്ങൾ വന്നാൽ അതിനോട് അയാൾ മിഗ്ലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് പുതിയ ആള് വന്ന് എന്നോട് കഥ പറഞ്ഞാലും എനിക്കതിൽ മോഹൻലാലിനെ കാണാൻ പറ്റുന്നുള്ളത്. ആണെങ്കിൽ ലാലേട്ടൻ അത് കഴിഞ്ഞ് അവിടെ കേരളത്തിലേക്ക് പോകാൻ ഒരു ഇരിക്കാൻ വർത്താനം അതല്ല, ആ സിനിമയോട് ആ സീനിനോടും ആ കഥാപാത്രത്തോടുമുള്ള ആത്മാർത്ഥമായുള്ളൊരു ബന്ധപ്പെടലായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നാടകമാണെങ്കിലും സീരിയലാണെങ്കിലും ഒക്കെ നമുക്ക് ചോറ് തന്നൊരു മേഖലയാണ് ഒരുപാട് കാലം. ആ തൊഴിൽ മേഖലയിലൊക്കെ തള്ളി പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പറയുന്നതിൻ്റെ കാര്യമുണ്ടെങ്കിൽ അംഗീകരിക്കും. അല്ലാത്ത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ തൊഴിൽ മേഖലയിൽ തന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ചില നിലപാടുകളൊക്കെ ചില ആളുകൾ എടുക്കുമ്പം അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ആ മേഖലയിൽ നിന്ന് ഒരുപാട് കാലം ഭക്ഷണം കഴിച്ച ഒരാളെന്ന നിലയ്ക്ക് തന്നെ ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വെട്രിയുടെ ഒരു ആക്ടിങ് സ്റ്റൈല് ശരിക്കും മലയാളികൾ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന എട്ടുതോട്ടറാക്കളൊക്കെ നമ്മൾ കണ്ടതാണ്. No, actually, before my first movie, I used to do some street plays, Koothupatrai, we call it Koothupatrai. So, I was in that. So, adula vandu I've done many stage programs. But enna I want to keep the audience engaged in my movie. The money they give, it should be worth for them. ഈ സിനിമയിൽ എത്തിപ്പെട്ട ആക്ടേഴ്സ് പോലും അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ഒരു ബ്ലോക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ ഗ്രാമറിന് കൂടുതൽ ഗ്രാമറിൻ്റെ ആക്ടിങ്ങിൻ്റെ ഗ്രാമറിന് വേണ്ടിയിട്ട് കൂത്തുപെട്ടറിലേക്ക് പോവാറുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യം. വിജയ് സേതുപതി അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ചോദിച്ചല്ലോ എസ് ജെ സൂര്യ ആണെങ്കിലും ഇങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പം ശരിക്കും എനിക്ക് പറയാണ് ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് എത്തിപ്പെട്ടത് പറയാം. പുതിയ മാറിയ മലയാള സിനിമകളൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിലേക്ക് ഒരുപാട് തിയേറ്റർ ആക്ടേഴ്സ് വരുന്നു. ഇപ്പം വരുന്ന ഇപ്പം നമ്മൾ ഫെമിനിച്ചി ഫാത്തിമയിലൊക്കെ നമ്മൾ അതിയേറെ കേൾക്കുന്ന പേരിലൊക്കെ തിയേറ്റർ ഗ്രൂപ്പാണ്. ഒരുപാട് മലയാള സിനിമയിലെ ഞാൻ പേരൊന്നും പറയുന്നില്ല ആക്ടേഴ്സ് വരപ്പോൾ എൻ്റെ ജയപ്രകാശ് കുളൂർ സാറിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ വലിയ താരങ്ങൾ. ഇവർ പടം பார்த்தேன், நம்ம ஃபகத் ஃபசல் அவர் படம் எல்லாமே பார்ப்பேன். எனக்கு அவர் ரொம்ப பிடிக்கும். அவ்வளோதான். எல்லா ரிவ்யூஸும் வந்து we have to listen சொல்கிறது, பிகாஸ் இட்ஸ் தேர் ஒப்பீனியன். குட் ஒன்ஸ் ஐ டேக் இட், நெகட்டிவ் ஒன்ஸ் ஐ அவாய்ட். ஏன்னா இஃப் யூ டேக் டூ மச் நெகட்டிவ் யூ வில் கோ டிப்ரெஸ். ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ജനുവരി 3 ബമ്പർ എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ സ്വന്തം ഹരീഷ് പെരയുണ്ട്. അതിനോടൊപ്പം തന്നെ തമിഴ് ആക്ടറായിട്ടുള്ള വെക്ട്രി ഉണ്ട്. സോ രണ്ടുപേർക്കും വെൽക്കം, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു 2024? ഒരു വർഷങ്ങൾ പോയി, റിലീസുകൾ ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു 2024. നല്ല നല്ല വർക്കുകളും പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹവുമായിട്ട് ചേർന്നിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണ് സത്യം. ഞങ്ങൾ 3 സിനിമകൾ ഒന്നിച്ച് ചെയ്തു. അതിലൊരു സിനിമയാണ് ബമ്പർ, റിലീസാവാൻ പോകുന്ന സിനിമ. അപ്പോൾ വെട്രിയുടെ ഒരു ആക്ടിങ് സ്റ്റൈല് ശരിക്കും മലയാളികൾ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന എട്ടുതോട്ടറാക്കളൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, അത് ഒരു വിജയ് സേതുപതിയുടെയൊക്കെ നിന്നും വേറെ വ്യത്യസ്തമായ മറ്റൊരു ട്രാക്കിൽ പോകുന്ന ഒരു ആക്ടറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയുന്ന പല കഥകളും അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടാറുണ്ട്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന തുല്യ പ്രാധാന്യമുള്ള ഒരു ശക്തമായൊരു കഥാപാത്രവും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയത്. അത് തമിഴ് കേരള സംസ്കാരങ്ങളുടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു കൈമാറ്റം കൂടിയാണ് ഈ സിനിമ. അതാണ് ഇതിൻ്റെ ബാക്കി വെട്രി പറയട്ടെ. Yeah, it was pretty good. I got 3-4 movies released, and as he said, this is our third movie together. Memories பண்ணோம், ஆலன் பண்ணோம், அப்புறம் பம்பர். So one of my favorite movies பம்பர் தான். Because இதில் வந்து ஸ்டேட்ஸ், லாங்குவேஜ், அதுக்கப்புறம் ரிலீஜன் எல்லாமே எப்படி ஒற்றுமையாக இருக்கணும் அப்படின்றத இந்த படத்தில் we have shown. There is no difference between தமிழ் and மலையாளம். If content is good, அந்த படம் வந்து மக்களுக்கு கண்டிப்பாக பிடிக்கும் அப்படின்றது தான் பம்பர். இங்க நிறைய ஃபேன்ஸ் இருக்காங்க தெரியுமா, எட்டு தோட்டங்களுக்கும் ஜீவிக்கு எல்லாமே. ஸோ மெசேஜ் எல்லாம் நிறைய வரும், நிறைய கிஃப்ட்ஸ்லாம் வரும். எனக்கு எட்டு தோட்டங்களுக்கு வந்திருக்கு, அப்புறம் ஜீவிக்கும் நிறைய கிஃப்ட்ஸ்லாம் வந்திருக்கு. ஸோ வெரி ஹாப்பி ஆக்சுவலாக. பிகாஸ் இங்கே வந்து அதிகமாக வந்து ஸ்டார் காஸ்ட் பார்க்காம കണ്ടന്റ് മെയിനാണ് வந்து മതിച്ച് ഇങ്ങ കേരള പീപ്പിൾ பார்க்குறாங்க. സോ വെരി ഹാപ്പി. ഈ ഹരീഷേട്ട ഇപ്പോൾ മറ്റുള്ള ഭാഷകളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ മുമ്പ് എപ്പോഴും മലയാളം ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മലയാളം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പെർസ്പെക്റ്റീവിൽ ഭയങ്കര
ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവും. നമ്മൾ സിനിമ കാണുന്ന വിധം അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ അരിശേട്ടൻ അഭിനയിക്കുമ്പോ ഒക്കെ അവര് പറയാറുണ്ട് എന്തെങ്കിലും ഈ എന്താ തോന്നുന്നു ചേട്ടാ ഈ കണ്ടന്റ് വർക്കാവോ അങ്ങനെയൊക്കെ സജഷൻസ് ചോദിക്കാറുണ്ടോ? ധാരാളം അവര് എന്നെ സംബന്ധിച്ചിടത്തോളം അവര് എന്നെ ഒരു മലയാളിയായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, തമിഴിലുള്ള. അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മലയാളിയാണെന്ന് അറിയാം. എല്ലാവരും എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുക. വിക്രം വേദയിൽ ആ ചേട്ടാ എന്നുള്ള കഥാപാത്രം അങ്ങനെ എനിക്ക് തന്നാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ ഫംഗ്ഷനിൽ പോയാൽ പോലും അവർ അങ്ങനെയാണ് എന്നെ വിളിക്കാറ്. അപ്പോൾ ആ ഒരു സന്തോഷത്തെ ഞാൻ ചേട്ടനാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ അവർ ചേർത്ത് നിർത്തുന്ന ഒരു തമിഴനും കൂടിയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിലാണ് എന്നെ കാണാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാ അഭിപ്രായങ്ങളും കഥയുടെ തുടക്കം മുതൽ ചോദിക്കാറുണ്ട്, ഷൂട്ടിംഗ് സമയത്ത് ചോദിക്കാറുണ്ട്. നമ്മളേതായ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുമുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറ്. ഈ ബമ്പറിന്റെ കഥ കേൾക്കുമ്പോഴും അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിനകത്ത് എനിക്ക് എന്ത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ തോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ ഇത് എന്ത് ഷൂട്ട് കഥ കേട്ടപ്പോൾ തുടങ്ങിയത് എന്താ ഷൂട്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്താ പറയുന്നത്, മുട്ടുക എന്ന് പറയില്ല നമുക്ക്, അങ്ങനെയായിരുന്നു ഇതിൻ്റെ കഥ കേട്ടപ്പോൾ. കാരണം സെൽവകുമാർ ഇതിൻ്റെ ഡയറക്ടർ ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചു, ശശികുമാർ സാറിൻ്റെ ഈ പകവിനക്കും അരുൾവായി എന്ന് പറഞ്ഞ സിനിമ. അത് ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അവിടെ വെച്ചിട്ടാണ് സെൽവൻ എനിക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അല്ലാതെ പറയാവുന്ന റൂമിൽ വന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നത്. അപ്പം തന്നെ ഞാൻ ചോദിച്ചത് എന്നാ ഷൂട്ട് തുടങ്ങണമെന്നാണ് ചോദിച്ചു. എല്ലാം റെഡിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ റെഡി. അപ്പം തന്നെ അടുത്ത അതിൻ്റെ ഷൂട്ട് കഴിയലും ഞാൻ മറ്റൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറെയും കൊണ്ടുവരികയും കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ വെട്രിയാണതിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച ആൾക്കാരെ അതിൻ്റെ വ്യക്തിയുടെ സ്റ്റൈൽ എനിക്ക് അറിയുന്നത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു ആ ക്യാരക്ടർ വെട്രിയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെയായിരുന്നു അതിന് തുടങ്ങിയത്. പമ്പയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. So Vetri Bob, as an actor, when I see you, so ഈ വോയിസ് മോഡുലേഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഹൗ യു ലുക്ക് ഇസ് വെരി ഡിഫറെന്റ്. ഈ കണ്ണ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഈ ഫസ്റ്റ് 2 സിനിമയും ത്രില്ലർ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് കെയർ ഓഫ് കാതിൽ വന്നു. സോ ആ സമയത്ത് വാട്ട് വാസ് സിനിമ ഫോർ യു ആക്ച്വലി? No, actually, before my first movie, I used to do some street plays, Koothupatrai. We call it Koothupatrai. So I was in that. ஸோ அதில் வந்து ஐவ் டன் மெனி ஸ்டேஜ் ப்ரோக்ராம்ஸ். ஸோ அதிலிருந்து சினிமாவுக்கு வர்றது இட்ஸ் லைக் என்ன சொல்கிறது, அது வேறு ஃபீல்ட் இது வேறு ஃபீல்டுன்ற மாதிரி. ஸ்டேஜில் வந்து யூ டோன்ட் கிவ் ஸோ மெனி எக்ஸ்பிரஷன்ஸ், ஒன்லி பாடி லாங்குவேஜ். அங்கே பாடி லாங்குவேஜ் வாய்ஸ் மாடுலேஷன் தான். அங்கே சினிமாவில் வந்து ஃபேஸ் எக்ஸ்பிரஷன்ஸ் மெயின் அப்படின்றது சினிமாவுக்கு வந்த பிறகு கற்றுக்கிட்டேன். ஸோ ஈச் மூவி ஐ எம் லேர்னிங் சம்திங் இன் சினிமா. ஆமாம். But I want to keep the audience engaged in my movie. The money they give, it should be worth for them to watch the movie. So சும்மா கேள்வி கேட்குறேன். ஏன்னா how many thrillers நோ சொல்லியிருப்பாங்க இந்த காலளவில்? இல்லை அதுதான், ஐ டோன்ட் சி ஜெண்டர் வைஸ் பார்க்கல, ஜானர் வைஸ் பார்க்கல. இஃப் இட் கீப்ஸ் மீ எங்கேஜ்ட் ஐ வில் சே எஸ். அது த்ரில்லராக இருக்கட்டும், இல்லை லவ் ஸ்டோரியாக இருக்கட்டும், இல்லை ராம்காமாக இருக்கட்டும், இல்லை ஃபேமிலி என்டர்டெயின்மெண்ட், இஃப் இட் இஸ் குட் கண்டென்ட் நல்லா இருந்துச்சுன்னா ஐ வில் சே எஸ். இல்லைன்னா ஐ வில் ஜஸ்ட் വാച്ച്. ഈ നല്ല സിനിമകളിൽ നിന്ന് ചില നല്ല ടേക്ക് അവേസ് ഉണ്ടല്ലോ. ഇപ്പം ഹരിശേട്ടൻ ഒരിക്കലും പറഞ്ഞില്ലേ, മേഴ്സലിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് അമ്മയാവുന്ന ഒരു പ്രോസസ്സ് എന്നോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയത്. കാരണം എനിക്കറിയാം അതൊരു ഫേക്ക് സ്റ്റൊമക്കാണ്, ഒരു കുഞ്ഞ് ഫേക്ക് ആണെന്നൊക്കെ അറിയില്ല. എനിക്ക് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മേഴ്സലിനെ പറ്റി ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ മോർ ദൻ വിജയ് സാർ എന്ന ഫാക്ടറൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ തമിഴ് സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് നറേറ്റർ ആയിട്ടുള്ള ആറ്റ്ലി സാറിനോട് കഥ പറയുന്നു. എസ്.ജെ. സൂര്യ ആദ്യ കാലഘട്ടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സ്പൈഡറിലും സാറുണ്ടായിരുന്നു, ഇതിലും സാറുണ്ട്. അപ്പോൾ ഈ ചിലവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ടേക്ക് അവേസിനെ ഇപ്പോഴും എങ്ങനെ ചെറിഷ് ചെയ്യണം ശരിക്കും? അതൊരു ഭയങ്കര, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, വെട്രി പറഞ്ഞില്ലേ കൂത്തുപെട്ടറെ കുറിച്ച് പറഞ്ഞു. അതൊരു തമിഴ്നാട്ടിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തിയേറ്റർ ഗ്രൂപ്പാണ്, അറിയാം വിചാരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒരുപാട് ആക്ടേഴ്സ് വരാറുണ്ട്. ഈ സിനിമയിൽ എത്തിപ്പെട്ട ആക്ടേഴ്സ് പോലും അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ഒരു ബ്ലോക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ ഗ്രാമറിൻ്റെ ആക്ടിങ്ങിൻ്റെ ഗ്രാമറിന് വേണ്ടിയിട്ട് കൂത്തുപെട്ടറിലേക്ക് പോവാറുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യം. വിജയ് സേതുപതി അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അവിടുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൽ വരുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പാശ്ചാത്തലം ഞാനിതുകൂടെ എടുത്തു പറയാൻ കാരണം, ഇത്തരം ആക്ടേഴ്സിൻ്റെ കൂടെ നമ്മളിപ്പം ചോദിച്ചല്ലോ, എസ്.ജെ. സൂര്യ ആണെങ്കിലും ഇങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പം
ശരിക്കും എനിക്ക് പറയണ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് എത്തിപ്പെട്ടതുപോലെ ഞാൻ എൻ്റെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ അപ്പോൾ അത് ആ ഒരു എനർജി പരസ്പരം കൈമാറുന്നതിൻ്റെ ഒരു സുഖം, ആ പ്ലോട്ടും ആ കണ്ടൻറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൈമാറുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം എപ്പോഴും ഒരു റിഹേഴ്സൽ ക്യാമ്പിന്, ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ഒരു മൂഡാണ് എനിക്ക് എപ്പോഴും കിട്ടുക. സിനിമ എന്ന് പറഞ്ഞത് ശരിക്കും അതിനോട് തുടർന്ന് വരുന്ന ഒരു ഘടകമാണ് എപ്പോഴും. ഈ ഒരു ആ ക്യാമ്പിൻ്റെ അതിൽ നിന്ന് ഉണ്ടായി വരും. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ പുതിയ മാറിയ മലയാള സിനിമകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതിലേക്ക് ഒരുപാട് തിയേറ്റർ ആക്ടേഴ്സ് വരുന്നു. ഇപ്പം വരുന്ന ഇപ്പം നമ്മൾ ഫെമിനിച്ചി ഫാത്തിമയിലൊക്കെ നമ്മൾ അധികേറെ കേൾക്കുന്ന പേരിലൊക്കെ തിയേറ്റർ ഗ്രൂപ്പാണ്, നമ്മൾ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അത് ഒക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ ഭയങ്കര രസമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളായ ആളുകൾ പോലും ആ സമയത്ത് അവർ വളരെ ഡൗൺ ടു എർത്ത് ആയ ആക്ടേഴ്സ് ആണെന്നുള്ളതാണ് എൻ്റെ മനോഹാരിത. ഈ മലയാളത്തിൽ വരുമ്പോഴത്തേക്കും നാടകത്തിന്റെ ഇമ്പോർട്ടൻസും ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ സാർ ചേട്ടൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പം നാടക ഫെസ്റ്റിവലിലെ കാര്യം വെച്ചിട്ട്. അപ്പം നമുക്ക് അതിനുള്ള ഇമ്പോർട്ടൻസ്, നമ്മുടെ പൈതൃകം ഒരു സൈഡിലുണ്ടല്ലോ, സ്ട്രോങ്ങസ്റ്റ് ആക്ടേഴ്സ് നമ്മുടെ വന്നിട്ടുള്ളതെല്ലാം തിയേറ്ററിലൂടെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അത് റീകോൾ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. അത് തുടങ്ങി നമ്മളൊക്കെ ഞാനൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അതിലേക്ക് വരേണ്ട സമയമായി വന്നുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞതിന് ഭാഗമായിട്ട് പുതിയ തിയേറ്ററിലെ ആക്ടേഴ്സ് ധാരാളം വരാൻ തുടങ്ങി സിനിമകളിൽ. എത്രത്തോളം അവരെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. അത് വരുന്നുണ്ട്, അത് പുതിയ സിനിമകളിൽ, മലയാള സിനിമകളിൽ ധാരാളം സംഭവിക്കുന്നുണ്ട്. ഇതൊരുപാട് മലയാള സിനിമയിലെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആക്ടേഴ്സ് വരെ എൻ്റെ ജയപ്രകാശ് കുളൂർ സാറിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ വലിയ താരങ്ങൾ അവർ പുതിയ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പഠിക്കാൻ കുളൂർ സാറിൻ്റെ ഒക്കെ അടുത്ത് വരാറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാലോ. ഈ ഞാൻ എപ്പോഴും എനിക്ക് സാറിന് ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഒരു മൂമെന്റ് ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ സാർ പറഞ്ഞ ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, ഒരു കുട്ടീനെ സേവ് ചെയ്യാൻ വേണ്ടി സാറ് വരുന്ന ഒരു പോർഷനാണ് ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട്. കുഞ്ഞാലി മരയ്ക്ക അല്ലല്ല, അലാവുദ്ദീൻ അത്ഭുത വിളക്ക് സീരിയൽ സാറ് അല്ല, അത് കായങ്ങളെ കുറിച്ചുണ്ട്. അല്ലല്ല സാറ് ചെറിയ അലാവുദ്ദീൻ ഞാൻ ചെയ്തിട്ടില്ലെന്ന് എൻ്റെ ഓർമ്മയില്ല. ചെറിയൊരു ആണോ? എനിക്ക് ഓർമ്മയിട്ടില്ലേ. എന്നിട്ട് കായങ്ങളെ കുറിച്ചുണ്ടാണ്. അല്ലല്ല, അലാവുദ്ദീൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് സാറിന്റെ ഒരു മിനി സ്ക്രീനിലൂടെ, പിന്നെയാണ് ഞാൻ റെഡ് ചില്ലീസും അതൊക്കെ സംഭവിക്കണം. ശരിക്കും ആ സമയത്തും ഈ സിനിമയും സീരിയലും അങ്ങനത്തെ ഒരു ഭാഗം, അല്ലെങ്കിൽ സാർ അങ്ങനെ വേർതിരിവൊന്നും ഇല്ലാണ്ട് സാറ് വർക്ക് ചെയ്തിരുന്നുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ഈ അടുത്തും സീരിയലിനെ പറ്റിയുള്ള കാര്യങ്ങൾ വന്നപ്പോഴും സാറാണ് ആദ്യം പ്രതികരിച്ചത്. അപ്പോൾ ഈ പ്രതികരണങ്ങളും ഇതും കൂടെ മറിച്ച് നിൽക്കുമ്പോഴത്തേക്കും സാർ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്, ഈ സീരിയലുകളുടെ കാര്യം? അത് നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാടകമാണെങ്കിലും സീരിയലാണെങ്കിലും ഒക്കെ നമുക്ക് ചോറ് തന്നൊരു മേഖലയാണ് ഒരുപാട് കാലം. ആ തൊഴിൽ മേഖലയിലൊക്കെ തള്ളി പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അത് എത്ര വലിയ ആളാണെങ്കിലും നമ്മളത് പോരാടും. കാരണം എന്താ വെച്ചാൽ പറയുന്നതിൻ്റെ കാര്യമുണ്ടെങ്കിൽ അംഗീകരിക്കും. അല്ലാത്ത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ തൊഴിൽ മേഖലയിൽ തന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ചില നിലപാടുകളൊക്കെ ചില ആളുകൾ എടുക്കുമ്പം അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ആ മേഖലയിൽ നിന്ന് ഒരുപാട് കാലം ഭക്ഷണം കഴിച്ച ഒരാളെന്ന നിലയ്ക്ക് തന്നെ ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ മലയാള സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും ഒക്കെ നമ്മളത് തന്നെയായിരിക്കും ചെയ്യുക. അങ്ങനെ തന്നെയേ പോകാൻ പറ്റും. ഈ ഇത്രയും പ്രതികരണങ്ങളൊക്കെ പിന്നീട് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയാറുണ്ടോ, അത് ചേട്ടാ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചേട്ടനോട് അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇല്ല, ഒരുവിധ ആളുകളൊന്നും എന്നോട് അങ്ങനെ ചോദിക്കാറില്ല. കാരണം നമ്മളത് പ്രവൃത്തി അങ്ങനെ തുടർന്ന് പോകുന്നത് കൊണ്ട് അവരത് ശ്രദ്ധിക്കാറില്ല. കാരണം അവരത് വായിക്കാറുണ്ട്, ജാവാറുണ്ട്. അത് നമ്മളുടെ ഒരു രീതിയാണ്, എൻ്റെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെല്ലാവരും കാണാറ്. നമ്മളെ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ എത്തുമ്പോൾ നമ്മൾ ആ മേഖലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം അവർക്ക് നോക്കിയാൽ മതി. സാറിനോട് വർക്ക് ചെയ്ത് ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ എന്താ? சார் ஆக்சுவலாக வந்து அவர் சொன்ன மாதிரி ஸ்டேஜ் ட்ராமா ட்ரூப் ஃப்ரம், ஸோ இஸ் அ வெரி காம் ஆக்டர். அவர் வர்றான் சைலண்ட்டாக இருப்பார், கேரக்டர் என்ன சீன் கேட்பார், ஓகே பண்ணலாம் அப்படின்னு சொல்லிட்டு. அதுதான் எனக்கு ரொம்ப பிடிச்ச ஒரு ஆக்டர். யூ ஒன்ட் பி லைக் ஐ எம் த பெஸ்ட் ஆக்டர் அப்படிலாம் கிடையாது. ஹீ வில் கம், ஹீ வில் டூ ஹிஸ் ஜாப் அண்ட் ஹீ வில் கோ. ஸோ அது வந்து எனக்கு ரொம்ப பிடிச்சிருக்கு. அது என்ன கேரக்டரோ அதை உள் வாங்கிட்டு அந்த ஸ்கிரிப்டுக்கு என்ன தேவையோ அதை எடுத்துட்டு பண்ணுவார். அதே மாதிரி கோ ஆர்டிஸ்ட்டுக்கு சப்போர்ட் பண்ணுவார். இஃப் யூ ஃபர்கெட் அ டைலாக் ஆர் ஏதாச்சுன்னா ஹீ வில் சப்போர்ட் அண்ட் ஹீ வில் பிரிங் யூ ஆன். ஸோ அது எனக்கு ரொம்ப பிடிக்கும். பம்பரில் ஏதாவது ஸ்பெஷல் சீன்ஸ் இருக்கா அந்த மாதிரி? இல்லை, பம்பரில் ஆக்சுவலாக நிறைய சீன்ஸ் இருக்குது. ஏன்னா ரெண்டுமே டோட்டலி ஆப்போசிட் கேரக்டர்ஸ். ஸோ இது வந்து ஃபுல் அண்ட் ஃபுல் ஒரு ரவுடி, ஹி வில் டூ எனிதிங் ஃபார் மணி. ஸோ இங்கே வந்து இஸ் அ முஸ்லீம், ஹி வில் டூ எனிதிங் ஃபார் ஹானஸ்டி. மணி வந்து அவருக்கு மேட்டர் இல்லை. ஸோ ரெண்டு ஆப்போசிட் கேரக்டர்ஸ் மீட் பண்ணும்போது
இட் வில் பி லைக் என்ன சொல்கிறது ஒரு கேட் அண்ட் மவுஸ் மாதிரி. அது நல்லா இருக்கும். இஃப் யூ வாட்ச் த மூவி யூ வில் நோ. ஆக்சுவலி மலையாள சினிமா எப்படி எல்லாம் கனெக்டா இருக்கு? அடிக்கி பார்ப்பீங்களா? நிறைய பார்ப்பேன், நிறைய மலையாள சினிமா பார்ப்பேன். இப்போ கூட ரீசெண்டாக இந்த இவர் படம் பார்த்தேன், நம்ம ஃபகத் ஃபாசில் அவர் படம் எல்லாமே பார்ப்பேன், எனக்கு அவர் ரொம்ப பிடிக்கும். ஸோ அந்த படம் பார்ப்பேன். அப்புறம் இப்போது இவர் அந்த ஜே டைரக்ட் பண்ணார், அவர் பேர் விபின் தாஸ். அவரோட ஆமாம் குருவாயூர், அது எனக்கு ரொம்ப பிடிச்சிருந்தது. அந்த தமிழ் சாங் ஒன்று போடுவாங்க, அழகிய இலையிலா சாங். ஸோ அந்த படம் ரொம்ப பிடிக்கும். ஸோ நான் எல்லா படமும் பார்க்க மாட்டேன், ചൂസ് പണി പാപ്പൻ. ഈ വെട്രി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ മറന്നു ഒക്കെ പോകുമ്പോഴത്തേക്ക് അവരൊന്നും അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്ക്രിപ്റ്റ് മുഴുവനും ശരിക്കും ബൈ ഹാർട്ട് ആയിരിക്കും എന്നുള്ള ആ ഇത് ഉണ്ടോ ശരിക്കും ചേട്ടന്? സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ബൈ ഹാർട്ട് ആയിരിക്കും, മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ ലൈൻസ് കൂടെ നമ്മൾ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലിന്റെ ഒരു മനോഹാരിതയാണല്ലോ ഈ അഭിനയത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ ആക്ഷൻ റിയാക്ഷന് പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് അറിഞ്ഞു വെക്കാറുണ്ട്, അതിൽ ഇടപെടാറില്ലെങ്കിൽ പോലും അറിഞ്ഞു വെക്കാറുണ്ട്, അതിനനുസരിച്ചാണ് പെരുമാറാറുള്ളത്. ബമ്പറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പ്രസവത്തിൻ്റെയൊക്കെ കഥ നിങ്ങൾ മെർസലിൻ്റെയൊക്കെ അത് പറഞ്ഞതുപോലെ ഇതിൽ ഇവർ മലയ്ക്ക് പോകുന്ന രംഗങ്ങളിൽ ഇവരുടെ പേട്ട തുള്ളുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് ഈ വെട്രിയുടെ ഒക്കെ. അത് മനോഹരമായ എനർജിയാണ് കിട്ടുന്നത്, പേട്ട തുള്ളുന്ന ഭാഗം ഒറിജിനലായിട്ട് ചിത്രീകരിച്ചത് അതൊക്കെ. ഈ കാരണം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ശബരിമല യാത്രയാണ്. ശബരിമല യാത്രയിൽ മറ്റൊരാളും കൂടി ഉണ്ട് അവിടെ. അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ വാവൂരെന്ന് പറഞ്ഞൊരാളുണ്ട് അവിടെ, അല്ലേ? അപ്പൊ ഈ രണ്ട് മതങ്ങളുടെയും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്നേഹം, സൗഹൃദമാണല്ലോ അതിൻ്റെ ഏറ്റവും. അയ്യപ്പനും വാവര് സുഹൃത്തുക്കളായിട്ടാണല്ലോ നമ്മളുടെ ഒരു സങ്കല്പം ഉണ്ടാവുന്നത്. ആ ഒരു സൗഹൃദം മതങ്ങൾക്കപ്പുറം, ജാതി ഭാഷ അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു പ്ലോട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഇസ്മായിലിൻ്റെയും പുലിപ്പാണ്ടിയുടെയും കഥ പറയുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഈ കാലത്തിലുള്ള ഒരു പുലിപ്പാണ്ടിയും ഒരു ഈ സിനിമയിൽ 5 സീൻ മലയാളമാണ്. 5 സീൻ ഫുൾ മലയാളമാണ്. അത് തമിഴ്നാട്ടിൽ അങ്ങനെ തന്നെയാണ് റിലീസാവുന്നത്, ഇവിടെയും അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമില്ല. അപ്പോൾ അത് ഒരു തമിഴ് സിനിമയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇതിന് മുന്നേ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന്. ഒരു 5 സീനോളം മലയാളം പറയുന്ന ഒരു സിനിമ തമിഴ് സിനിമയാണെങ്കിലും അങ്ങനെയാണ്. കാരണം അത് മലയാളി ക്യാരക്ടേഴ്സ് തന്നെ, അവർ മലയാളമാണ് സംസാരിക്കുന്നത്, അങ്ങനെയാണ് പോകുന്നത്. ഈ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംവിധായകനും അല്ലെങ്കിൽ തിരക്കഥാകൃത്തൊക്കെ ഉണ്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട് നമുക്ക് ഹരീഷനെ കാണുമ്പോൾ. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ ഈ എഴുത്തും കാര്യങ്ങളൊക്കെ? 2025 അത് വെളിപ്പെടും. അതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞാനിപ്പം പറയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ലാലേട്ടനായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ആളാണ്, വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് സിനിമകളിൽ. അപ്പം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് പുതിയ ആള് വന്ന് എന്നോട് കഥ പറഞ്ഞാലും എനിക്കതിൽ മോഹൻലാലിനെ കാണാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഒരു പരിധിവരെ നമുക്കത് ഇഷ്ടമാണ്. ഈ ശരിക്കും അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട് ഹരീഷനായിട്ട്? തീർച്ചയായിട്ടും. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഒരു ഫുൾ ടൈം ആക്ടറാണ് അദ്ദേഹം. കാരണം എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കേൾക്കാനും സംസാരിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതിന് അതല്ലാത്ത കാര്യങ്ങൾ വന്നാൽ അതിനോട് അയാൾ മിഗ്ലി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളും ഇത്തരം ഫിലോസഫിക്കലായ കാര്യങ്ങളും അങ്ങനത്തെ ആക്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളാണ് ഏറ്റവും രസമായിട്ട് അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ബോറടിക്കുകയേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. നമുക്കൊരിക്കലും അദ്ദേഹത്തിന് കൂടെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ റിലീസ് ടൈമിൽ ഭയങ്കര ഫാൻ ബോയ് മൂവ്മെന്റ് ശരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഭയങ്കര ഫേസ് ഓഫ് സീൻ ആണല്ലോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. അതെ. റെഡ് റിലീസിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾ തുടക്കക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒരു ഇതൊക്കെ കുറച്ചുകൂടി രസമായി മാറുന്നതൊക്കെ. അടുത്തടുത്ത സിനിമകളിലൂടെയൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ ബന്ധപ്പെടുന്നത്. ഈ വാലിബലിന്റെ ക്ലൈമാക്സിൽ അതുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട്. തീർച്ചയായിട്ടും വാലിബലിൽ ആ ഒരു ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു ഉറക്കത്തിൽ കണ്ട് എഴുന്നേറ്റതിന് ശേഷം വാലിബനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മുഴുവൻ ഒരു ഫേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഞങ്ങളൊരു പാറയ്ക്ക് മുകളിൽ നിന്ന് എടുത്തതിന് ശേഷം അത് എൻ്റെ മറ്റൊരു ലിജോ അല്ലേ ആള് ഇങ്ങനെ താടി ഒഴിഞ്ഞ് മോണിറ്ററിലേക്ക് നോക്കി ഓക്കെ എന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ അത് മറ്റൊരു ഇതുമില്ല, അത് 2 പേര് മാത്രമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്.
അത് കഴിഞ്ഞ് അതിൻ്റെ മറ്റൊരു ഷോട്ട് അവിടെ വെച്ച് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതുവരെ ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. രണ്ടുപേരും ലാലേട്ടൻ പോലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാറി ഇരുന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് ഇങ്ങനെ നിന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വളരെ ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റിംഗ് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ടിജോ എന്ന് പറഞ്ഞു, ആ ഷോട്ട് വേണ്ട, ഇത് തന്നെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയെ നമ്മൾ സമീപിച്ചത്. വേണമെങ്കിൽ ലാലേട്ടൻ അത് കഴിഞ്ഞ് അവിടെ കേരളത്തിലേക്ക് പോകാൻ, ഒരു ഇരിക്കാൻ, വർത്താനം, അതല്ല, ആ സിനിമയോട്, ആ സീനിനോടും ആ കഥാപാത്രത്തോടുമുള്ള ആത്മാർത്ഥമായുള്ളൊരു ബന്ധപ്പെടലായിരുന്നു അദ്ദേഹം അവിടെ ഫുൾ ടൈം കാണിച്ചിരുന്നത്. ഈ സിനിമ കഴിഞ്ഞിട്ട് വരുമ്പോഴേ റിവ്യൂകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിക്കും എടുക്കണേ? ഹൗ യു ടേക്ക് ദാറ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വൈ? If it is true, we have to accept it. அவ்வளோதான். எல்லா ரிவ்யூஸும் வந்து we have to listen சொல்கிறது, பிகாஸ் இட்ஸ் தேர் ஒப்பீனியன், தேர் ஸ்பெண்டிங் மணி. எல்லாம் பார்ப்பீங்களா? எல்லாம் பார்க்க மாட்டேன், எனக்கு வர்றது பார்ப்பேன். ஸோ குட் ஒன்ஸ் ஐ டேக் இட், நெகட்டிவ் ஒன்ஸ் ஐ அவாய்ட். ஏன்னா இஃப் யூ டேக் டூ மச் நெகட்டிவ் யூ வில் கோ டிப்ரெஸ். ஸோ அதனால் நெகட்டிவ் ஒன்ஸ் கொஞ்சம் அவாய்ட் பண்ணுவேன். பாசிட்டிவ் ஒன்ஸ் விச் எவர் இஸ் ட்ரூ. இஃப் சம்மன் சேஸ் யூ ஹவ் டு ஒர்க் இன் திஸ், யூ ஹவ் டு ஒர்க் இன் த பாடி லாங்குவேஜ், யூ ஹவ் டு ஒர்க் இன் த வாய்ஸ் மாடுலேஷன், I will take it seriously and I will work it. மீன்ஸ் ஜிவி டைம்ல வந்தது ஆக்சுவலி அந்த மாதிரி. எட்டு தோட்டாக்கள்ல இருந்தே வந்து அது ஃபர்ஸ்ட் மூவில இருந்தே ஃப்ரம் தி பிகினிங் இட் வில் கம். பட் நல்ல விஷயங்கள் நம்ம எடுத்துக்கணும், நெகட்டிவ் விஷயங்கள் we have to avoid. அவ்வளவுதான். ഇപ്പോൾ പറഞ്ഞ പോലെ ജനുവരിയിലാണല്ലോ, ഇപ്പോൾ ജനുവരി 3-ാം തീയതി ബമ്പർ തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ ആണെന്ന് നമുക്കറിയാം, കുറേ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. അപ്പോൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആ രീതിയിൽ എല്ലാവരും സ്വീകരിക്കപ്പെട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ. താങ്ക് യു.